നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ശിക്ഷകളിൽ വെച്ച് ഏറ്റവും കടുത്തത് വധശിക്ഷയാണ്. വധശിക്ഷ വിധിക്കുന്നതിൽ സൗദിയാണ് മുൻപന്തിയിലുള്ളതെങ്കിലും നീണ്ട ഇടവേളയ്ക്കു ശേഷം കുവൈത്തിൽ വീണ്ടും വധശിക്ഷ നടപ്പാക്കിയിരിക്കുകയാണ്. അതും കുവൈത്തിൽ കഴിഞ്ഞ ദിവസം 7 പേരുടെ വധശിക്ഷയാണ് ഒറ്റയടിക്ക് നടപ്പിലാക്കിയത്. കൊലപാതകവും കവർച്ചയും ഉൾപ്പെടെ വിവിധ കേസുകളിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെയാണ് തൂക്കിലേറ്റിയത്. വിചാരണ പൂർത്തിയായ ശേഷമാണ് പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കിയത്. വിവിധ കൊലപാതക കേസുകളിലും മയക്കുമരുന്ന് കേസിലും കവർച്ച കേസിലും പ്രതികളായിരുന്ന ഇവർക്ക് ക്രിമിനൽ കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. പ്രതികൾ ഇതിനെതിരെ മേൽക്കോടതിയിൽ അപ്പീലുകൾ നൽകിയിരുന്നുവെങ്കിലും ഇത് തള്ളിപ്പോവുകയായിരുന്നു. 4 കുവൈത്തി പൗരന്മാരുടെയും 3 വിദേശികളുടെയും വധശിക്ഷയാണ് നടപ്പിലാക്കിയത്. അറ്റോർണി ജനറൽ കൗൺസിൽ മുഹമ്മദ് അൽ ദുഐജാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 4 കുവൈത്തികളെയും സിറിയ, പാകിസ്ഥാൻ, എത്യോപ്യ സ്വദേശികളായ 3 പേരെയുമാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. കുവൈത്തി പൗരന്മാരായ ഖാലിദ് സാദ്, മുഹമ്മദ് അൽ ഖഹ്താനി, അലി അല്ല അൽ ജാബ്രി, റബാബ് അദ്ലി, മുസ്തഫ ഷഹാത്ത, സിറിയൻ പൗരനായ ഹമദ് അഹമ്മദ് മഹ്മൂദ് അൽ ഖലഫ്, പാകിസ്ഥാൻ പൗരനായ റാഷിദ് അഹമ്മദ് നസീർ മഹ്മൂദ്, എത്യോപ്യൻ പൗരനായ ഐഷ നെമോ വീസോ എന്നിവരുടെ വധശിക്ഷയാണ് സെൻട്രൽ ജയിലിൽ വെച്ച് നടപ്പിലാക്കിയതെന്ന് അധികൃതർ അറിയിച്ചു. വധശിക്ഷ വിധിച്ചവരിൽ പ്രവാസികളൊന്നും ഇല്ലെങ്കിലും എല്ലാവർക്കും മുന്നറിയിപ്പെന്നോണമാണ് ഈ നടപടി. നിലവിൽ കുവൈത്തിൽ വധശിക്ഷയ്ക്കെതിരെ പ്രതികൾ സമർപ്പിച്ച അപ്പീലിൽ തീരുമാനമാകാതെ വിദേശികളടക്കം നിരവധി പേരാണ് ജയിലിൽ കഴിയുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായാണ് 7 പേരെ ഒരേ ദിവസം ഒന്നിച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത്. കഴിഞ്ഞ 53 വർഷത്തിനിടയിൽ കുവൈത്തിൽ 84 പേരെയാണ് തൂക്കിലേറ്റിയത്. ഇവരിൽ 20 പേർ കുവൈത്തികളും 64 പേർ വിദേശികളുമാണ്. അതിനിടെ വധശിക്ഷയ്ക്കെതിരെ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ സെപ്റ്റംബറിൽ സൈനിക ഉദ്യോഗസ്ഥന് കുവൈറ്റ് ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ സുരക്ഷാ സേനയിൽ ജോലി ചെയ്തിരുന്ന സൈനികനായ ഉദ്യോഗസ്ഥനാണ് കൊലപാതക കേസിൽ ജഡ്ജി അബ്ദുള്ള അൽ ഉത്മാന്റെ അധ്യക്ഷതയിലുള്ള ക്രിമിനൽ കോടതി ബെഞ്ച് വധശിക്ഷ വിധിച്ചത്. ഒരു രാജ്യത്തെയും പൗരത്വമില്ലാത്ത ബിദൂനി യുവാവിനെ കുവൈത്തിലെ ജുലൈയ മരുഭൂമിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് വിധി. മരിച്ചയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം തേടിയുള്ള സിവിൽ കേസ് ബന്ധപ്പെട്ട കോടതിക്ക് കൈമാറാനും ഉത്തരവിട്ടിരുന്നു. ഒരു ദിവസം പുലർച്ചെ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ ഓപ്പറേഷൻസ് റൂമിൽ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. 35 വയസ്സുള്ള യുവാവിന്റെ മൃതദേഹത്തിൽ രക്തവും ശ്വാസം മുട്ടിച്ച അടയാളങ്ങളും കണ്ടെത്തി. ഒറ്റനോട്ടത്തിൽ തന്നെ സംഭവം കൊലപാതകമാണെന്ന് വ്യക്തമായി. കൊല്ലപ്പെട്ടയാളുമായി ഉണ്ടായ തർക്കവും വാക്കേറ്റവും കൊലപാതകത്തിൽ അവസാനം കലാശിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിൽ സൈനിക ഉദ്യോഗസ്ഥനാണ് ഇതിൽ പ്രതിയെന്ന് കണ്ടെത്തുകയായിരുന്നു. ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. പിന്നാലെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കുവൈത്തിൽ ഈ വർഷം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കൊലപാതക കേസായിരുന്നു ഇതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം വേണമെന്ന് ഇയാളുടെ ബന്ധുക്കൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.